ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ക്വീൻസ്. അപ്പോൾ ഇന്നൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഡ്രൈ ഫ്രൂട്ട് ലഡു ആണിത്. അപ്പോൾ ഇത്തവണത്തെ ദീപാവലിക്ക് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട് ലഡു നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുക്കിംഗ് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ നട്ട്സും ഒരു മിക്സിയുടെ ജാറും മാത്രം മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി അങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് ലഡുവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴമാണ്. ഞാനിവിടെ ഒരു 30 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സീഡെല്ലാം കളഞ്ഞിട്ടൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈന്തപ്പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഡ്രൈ ആയിട്ടായിപ്പോൾ എടുക്കരുത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഫിഗും അതുപോലെ തന്നെ ആപ്രിക്കോട്ടുമാണ്. 4 എണ്ണം വീതം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്തിപ്പഴം എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഇതെല്ലാം നമുക്ക് പാക്കറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മളുടെ ഒരു ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് നട്ട്സാണ്. അതും നമ്മുടെ ചോയ്സാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/3 കപ്പ് ബദാമാണ്. അതുപോലെ അതിനേക്കാളും കുറച്ച് കുറവ് പിസ്തയും ഒരു 2 ടേബിൾ സ്പൂണോളം വറുത്ത കപ്പലണ്ടിയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആദ്യം നമുക്ക് ഈ നട്ട്സ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അതായത് ഒരുപാട് പൗഡർ പോലെ ആക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. മിക്സിയുടെ പൾസിലിട്ടിട്ട് 1-2 തവണ പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല തരിതരിയായിട്ട് കിട്ടും. അപ്പോൾ ലഡുവിനൊരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ തെരുതെരുപ്പായിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ആ നട്ട്സ് പൊടിച്ചത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ ആ ഡ്രൈ ഫ്രൂട്ട്സ് കൂടിയും അരച്ചെടുക്കണം. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും കൂടി ഒന്നിച്ച് അരച്ചാൽ ഇത് ശരിക്കും അരഞ്ഞു കിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം നമ്മളിതെല്ലാം യൂസ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഒന്നുകിൽ ഇത് നന്നായിട്ട് തുടച്ചെടുക്കുക, അല്ലെങ്കിൽ ഡ്രൈ ആയതിനു ശേഷം മാത്രം ലഡു ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുക. കാരണം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ലഡു പെട്ടെന്ന് കേടായി പോകും. നമ്മൾ അരച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1-2 ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം നമുക്ക് 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് ഇതെല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ആ ലഡുവിൻ്റെ ഷേപ്പിൽ അങ്ങ് ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ ബാക്കി ആ മിക്സ് കൂടിയും ലഡുവിൻ്റെ ആ ഷേപ്പിൽ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും, വളരെ ഹെൽത്തിയുമാണ്. അതുപോലെ നമ്മളിതിനകത്ത് ഡേറ്റ്സ് ചേർത്തുകൊണ്ട് എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ടേസ്റ്റി ക്വീൻസിൻ്റെ അഡ്വാൻസ് ദീപാവലി ആശംസകൾ. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.